എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വേറൊരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ചിക്കൻ കറിയാണ്. ഈ കറിയിൽ ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുത്തുമുളക് മാത്രമാണ് നമ്മൾ ചേർക്കുന്നുള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടായി വന്നപ്പോൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. മൺചട്ടിയിലാവുമ്പോൾ ഒരു നാടൻ രുചിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മൺചട്ടി ഉപയോഗിച്ചത്. അതിന് ശേഷം ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി അടുത്തായിട്ട് ചേർക്കാനുള്ളത് ചുവന്നുള്ളിയാണ്. ഞാൻ 20 ചുവന്നുള്ളിയുടെ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലിലിട്ടിട്ട് ചതച്ചിട്ടായാലും ഇടാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തെന്നുള്ളൂ. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് കുത്തിപ്പൊടിച്ചതാണിത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളകിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നോക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ വേറെ ഉപ്പും മുളകും ഒന്നും തിരുമ്മി വയ്ക്കേണ്ട ആവശ്യമില്ല. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നേരിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മസാല എല്ലാം ഇതിൽ പിടിക്കുന്ന പോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്. അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വേവുന്ന വരെ മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളം അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. അത് വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനെന്തായാലും വറ്റിച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. ഇനി വീണ്ടും അടുത്തൊരു ഈസി റെസിപ്പിയുമായിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്.